ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വളരെ അഡ്വാൻസ് ആണ് കേട്ടോ. ആക്ച്വലി ഞാനിതൊരു ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ്. നമ്മളുടെ വീഡിയോയുടെ താഴെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളാണ്. 15 വയസ്സ് 16 വയസ്സ് കണ്ട ആയിട്ടുള്ളൂ പുള്ളിക്കാരൻ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഇപ്പോൾ 5G വരാറായല്ലോ, 5G വന്നു കഴിഞ്ഞാൽ നമ്മുടെ 4G ഫോണൊക്കെ എന്താ ചെയ്യുക, അത് 5G ആക്കാൻ പറ്റുമോ എന്നാണ് പുള്ളിക്കാരൻ്റെ ഡൗട്ട്. ഞാൻ കുറച്ച് മുമ്പ് ഈ 5Gയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ, അതുപോലെ തന്നെ അതിനുശേഷം 5Gയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 2019 അവസാനം അതല്ലെങ്കിൽ 2020 പകുതിയോട് കൂടി മാത്രമേ ഇന്ത്യയിൽ 5G എത്തുള്ളൂ. അത് തന്നെ ഏതൊക്കെ മൂലയിലേക്ക് എത്തും എന്നുള്ളത് മറ്റൊരു കാര്യം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിയാനയിൽ എയർടെലും ഹുവാവയും കൂടെ കൂടിച്ചേർന്നിട്ട് ഒരു 5Gയുടെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 GB/s സ്പീഡ് വരെ ലഭിച്ചു. ഓക്കെ, 3 GB/s. അപ്പോൾ അങ്ങനെ ലഭിച്ച ഒരു 5G വ്യാവസായിക അടിസ്ഥാനത്തിൽ എല്ലാ കസ്റ്റമേഴ്സിലേക്കും, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയൊക്കെയുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സമയം ഇനിയും വേണമെന്നാണ് പറയുന്നത്. ഒരുപാട് സ്കാമുകളൊക്കെ നടത്താനുള്ള സമയം ഇനിയും വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിലേക്ക് എത്തുമ്പോൾ 2019 ലാസ്റ്റ് 2020 പകുതിയൊക്കെ ആകുമ്പോഴാണ് കിട്ടാമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോഴുള്ള 4G ഫോൺ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം 4G വന്നപ്പോൾ കുറേ പേര് ചോദിച്ച ചോദ്യമാണ്, 3G ഫോൺ 4G ആക്കാൻ പറ്റുമോ, 3G ഫോൺ 4G ആക്കാൻ പറ്റുമോ. ഒരുപാട് ആപ്ലിക്കേഷൻസ് അങ്ങനെ മാറ്റാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പ്ലേ സ്റ്റോറിനകത്തൊന്നും പുറത്തുനിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയുണ്ടായി. ഒരു കാര്യം ഉണ്ടായില്ല. അതുപോലെ തന്നെ 4G മാറി ജിയോ വന്നപ്പോൾ വോൾട്ടേ ആയി. 4G ഫോൺ വോൾട്ടേ ആക്കാൻ പറ്റുമോ, 3G ഫോൺ വോൾട്ടേ ആക്കാൻ പറ്റുമോ എന്നായി അടുത്ത ചോദ്യം. നടക്കൂല. കാരണം ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള കമ്പണന്റുകൾ, ഹാർഡ്വെയറുകൾ, ചിപ്പുകൾ ഫോണിനകത്ത് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ മാർക്കറ്റിലുള്ള ഒരു ഫോണിലും എൻ്റെ അറിവിൽ 5G ആക്സസിബിൾ ആയിട്ടുള്ള 5Gയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊസസ്സറോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു ഫോണും ഇന്ന് മാർക്കറ്റിലില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഹുവാവൈ P20 Proയിൽ പോലും ഇല്ല. ഇറങ്ങാൻ പോകുന്ന OnePlus 6 പോലും ഉണ്ടാവില്ല. ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരു ഫോൺ കൊണ്ട് നമുക്ക് 5G ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ പുതിയ ഫോണുകൾ വാങ്ങേണ്ടതായിട്ട് വരും. ഇനി 5G വരുമ്പോൾ അറിയാം ജിയോയുടെയൊക്കെ സ്വഭാവം. ഇപ്പം തന്നെ പതിയെ കുറച്ചൊക്കെ കൂട്ടുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരനാണ്, ജിയോ ആണ് ഏറ്റവും കുറഞ്ഞ താരിഫ് തരുന്ന ആള്. എങ്കിലും പുതിയൊരു സർവീസ് വരുന്ന സമയത്താണ് നമ്മൾ ഈ കമ്പനികളുടെയൊക്കെ സ്വഭാവം മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ 5G വന്നു കഴിഞ്ഞാൽ 4G ഫോൺ കൊണ്ട് 5G ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ എന്നോട് ഈ ചോദ്യം ചോദിച്ച ആള് മോശക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കുറച്ച് നേരത്തെ ആയി പോയി ആ ചോദ്യം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷൻ വഴി കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ച് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. മാക്സിമം എന്തായാലും ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.